ഗോഡ്വിൻ ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശ്രീജിത്ത് ആൻഡ് ഡോക്ടർ ആര്യ ദമ്പതികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഗോഡ്വിൻ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഏകദേശം 15 സെൻറ്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. കൊളോണിയൽ സ്റ്റൈലാണ് വേണ്ടത് എന്ന് ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് ക്ലാരിഫൈ ചെയ്ത് തന്നു. പെട്ടെന്ന് ഇതിനെ ഡിസൈൻ ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു. 4 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതേപോലെ ഫാമിലി ലിവിങ്, ഫോർമൽ ലിവിങ്, കാർ പോർച്ച്, സ്റ്റെയർ സ്പേസ്, ഓപ്പൺ കിച്ചൺ, അതേപോലെ സെക്കൻഡ് കിച്ചൺ, കോർട്ട്യാർഡ്, അതുപോലെ ഒരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബിൽഡപ്പ് ഏരിയ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. കാർ പോർച്ച് ആണെങ്കിലും ബാൽക്കണി സ്പേസ് ആണെങ്കിലും കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഭാഗമായിട്ടും കൂടെ ഫാബ്രിക്കേറ്റ് ചെയ്ത് സിമെന്റ് ബോർഡ് അടിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. സിമെന്റ് ബ്ലോക്ക്, നമ്മൾ സോളിഡ് ബ്ലോക്കിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ലോഡ് ബെയറിംഗ് കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈല് ഒരു കൊളോണിയൽ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. മിനിമൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രേ ഷിംഗിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പ് റൂഫ് വളരെ സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എലിവേഷനിൽ അത് വളരെ വിസിബിൾ ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. യൂഷ്വലി ഗോഡ്വിൻ ആർക്കിടെക്ചർ ചെയ്യുന്ന പ്രോജക്റ്റുകളിലൊക്കെ തന്നെ ഞങ്ങൾ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് അവിടെ കൂടുതലും കൊടുക്കാറ്, അല്ലെങ്കിൽ കോട്ട സ്റ്റോൺ. കാരണം നമ്മൾ ഷൂ ഇട്ട് കയറുമ്പോൾ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും അതൊരു വീണ്ടും മെയിൻറ്റെയിൻസ് ചെയ്യാൻ ഈസി ആയതുകൊണ്ടും കോട്ട സ്റ്റോൺ, ലപ്പോത്ര ഗ്രാനൈറ്റ് അതുപോലെയുള്ള മെറ്റീരിയൽസ് ആണ് സജസ്റ്റ് ചെയ്യാറ്. അതേപോലെ ലിവിങ് ഏരിയയിലോട്ട് കയറുമ്പോൾ ഫോർമൽ ലിവിങ്ങിൽ ഒരു ഡബിൾ ഹൈറ്റിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ 4x2 ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാറ്റിൻ ഫിനിഷിലുള്ളത്, അതായത് ഒരുപാട് റിഫ്ലക്ഷൻ വരാതിരിക്കാനും, അതുപോലെ ഗ്ലോസി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിഫ്ലക്ഷൻ വരുന്നു, റൂമുകളുടെ സൈസ് കുറവായിട്ട് തോന്നുന്നു, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ ആണ് അങ്ങനെ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫാമിലി ലിവിങ്. ഫാമിലി ലിവിങ്ങിലാണ് നമ്മൾ TV സ്പേസ് കാണിച്ചിട്ടുള്ളത്. TV സ്പേസിൻ്റെയും ഫോർമൽ ലിവിങ്ങിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ഒരു ബുദ്ധ സ്കൾപ്ചർ കൊടുത്തിട്ടുണ്ട്. ഫാമിലീസിന് അവിടെ ഒരു പ്രൈവസി കിട്ടാനും ഒരു വിഷൻ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന സ്ഥലത്തൊരു കോർട്ട്യാർഡ് സ്പേസ് എൻക്ലോസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതേപോലെ പുറത്തിറങ്ങിയിരുന്ന ഒരു ചായ കുടിക്കാനും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലാണ് അവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഡൈനിങ് സ്പേസിലോട്ട് പോകുമ്പോൾ ഡൈനിങ് ഏരിയയിൽ തന്നെ ഒരു കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതിലൊരു ബ്രാസിന്റെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിലേക്ക് പോകുമ്പോൾ വൈറ്റ് വുഡ് ആൻഡ് ലൈറ്റ് വുഡ് കോമ്പിനേഷനിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാനോ സ്ലാബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നാനോ G7 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി, കളർ അങ്ങനെയുള്ള സ്റ്റെയിൻ ഒന്നും വരാതിരിക്കാനാണ് G7 തന്നെ യൂസ് ചെയ്യാറ്. അതേപോലെ സ്റ്റെയറിലോട്ട്, ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നവിടെ നമ്മളൊരു സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പവർ റൂം, അതായത് ഇലക്ട്രിക് റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡോറ് മനസ്സിലാവാത്ത രീതിയിൽ ഒരു നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങും അതിൻ്റെ ഡോറിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ക്ലോസ് ചെയ്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ വീടിന് ആവശ്യമായ ബാലൻസ് വന്നിരിക്കുന്ന വുഡ് യൂസ് ചെയ്തിട്ടത് പാനലിങ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂം ഉള്ളതിൽ 3 ബെഡ്റൂം താഴെയാണ് മാസ്റ്റർ ബെഡ്റൂം. അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന് ഡ്രസ്സിങ് ഏരിയ, ബേ വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിഡ്സ് റൂമിലോട്ട് പോവുകയാണെങ്കിൽ കിഡ്സ് റൂമിൽ നിന്ന് തന്നെ ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് കാണത്തക്ക രീതിയിലാണ് ആ ഒരു പ്ലാന്റ്സും ആ ഒരു ഗ്രീനറിയൊക്കെ നമ്മുടെ വീടിൻ്റെ റൂമിനകത്തോട്ട് വരുന്ന രീതിയിലാണ് അതും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ആണ് ഒരു ഗസ്റ്റ് റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു പ്രൈവറ്റ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതും പ്രൈവറ്റ് ബാൽക്കണി വരുന്നതും കാർ പോർച്ച് വരുന്നതും ഫാബ്രിക്കേറ്റ് ചെയ്ത് സിമെന്റ് ബോർഡ് അടിച്ച് ഷിംഗിൾസ് കൊടുത്തിട്ടാണ് ശരി. അതുകൊണ്ട് വീടൊരു വലിയൊരു വീടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
ഗോഡ്വിൻ ആർക്കിടെക്ചറിന്റെ പുതിയൊരു പ്രൊജക്ടിന്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.